അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് തെർമോഡൈനാമിക്സ് ആണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ S2-ല് നിങ്ങളുടെ പേപ്പറിന്റെ പേര് ഫിസിക്കൽ കെമിസ്ട്രി എന്നാണ്. അതിൽ 4 മോഡ്യൂൾസ് ആണുള്ളത്. തെർമോഡൈനാമിക്സ്, തെർമോ കെമിസ്ട്രി, കെമിക്കൽ ഇക്വിലിബ്രിയം, അയോണിക് ഇക്വിലിബ്രിയം. ഇതിൽ തെർമോഡൈനാമിക്സ് ഞാനാണ് പഠിപ്പിക്കുന്നത്. തെർമോ കെമിസ്ട്രി ധന്യ ടീച്ചർ, കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് അയോണിക് ഇക്വിലിബ്രിയം സരുൺ സാറ്. അപ്പൊ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ കെമിക്കൽ ഇക്വിലിബ്രിയവും അയോണിക് ഇക്വിലിബ്രിയവും എനിക്ക് തോന്നുന്നു കമ്പൈൻഡ് ക്ലാസ് ആണ്. ഫിസിക്സുമായിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ബാക്കി രണ്ടും നമ്മളെ മാത്രമുള്ള ക്ലാസ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, പരീക്ഷ എങ്ങനെയിരുന്നു? ഓക്കെ, കുറെ പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതെ മിസ്, ഞാൻ ഇന്നെടുത്ത് ഹലോ മിസ്, ഞാൻ അപ്ലോഡ് ചെയ്തത് PDF ആയിട്ട് ആണ് അപ്ലോഡ് ചെയ്തത് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. പക്ഷേ അന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് അറ്റാച്ച്ഡ് ഫയലായിട്ട് എനിക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ കാണാൻ പറ്റുമായിരുന്നു. ഇന്ന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോയപ്പം അത് ആ ഒരു സംഭവം ഞാൻ എടുത്ത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ച ഫയൽ ഇല്ല. അറ്റാച്ച് ചെയ്തോ രണ്ടാമത്? ഇപ്പൊ രണ്ടാമത് ഞാൻ അറ്റാച്ച് ചെയ്തില്ല. ഞാൻ മിസ്സിനോട് പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ടെസ്റ്റ് ഞാൻ ആക്ച്വലി ഒന്ന് വാല്യൂ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എത്ര മാർക്കായിരുന്നു? 14 മാർക്ക് ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഞാൻ വാല്യൂ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ടെസ്റ്റും കൂടെ നടത്താം. എന്നിട്ട് നോക്കാം നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം എന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി ക്ലാസ്സുകാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. 1-2 പേർക്ക് മാത്രമേ പ്രശ്നം പറയാറുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇനിയും ടെസ്റ്റ് പേപ്പറുകൾ ഇടണമല്ലോ. റേഡിയോ ആക്ടിവിറ്റിയുടെ ഒക്കെ ടെസ്റ്റ് പേപ്പർ ഇടണം. അപ്പൊ നമുക്ക് അന്നേരം നോക്കാം. അല്ല മിസ്, ഞങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും, പക്ഷെ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇഷ്യൂ വരുന്നത്. എന്നാ പിന്നെ ഫോട്ടോ ആയിട്ട് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇമേജും PDF-ഉം. എങ്ങനെ വേണമെങ്കിലും ചെയ്യായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് രണ്ട് പേപ്പർ അങ്ങാണ്ട് വന്നിട്ടുണ്ട്. ഒരു പേപ്പറിന്റെ 2 സൈഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചത്. ഓക്കെ, ശരി. ഓക്കെ, ഈ അഡോബ് സ്കാനറിൽ അതിനകത്ത് 2 പേജ് ഉണ്ടെങ്കിലും രണ്ടും കൂടെ ഒരു ഇമേജ് ആയിട്ട് തന്നെ വരുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പോട്ടെ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ഇനിയും ടെസ്റ്റ് ഇടാം. നേരെ ഇതാ അസൈൻമെന്റ് എല്ലാവരും വെച്ചോ? ആരെങ്കിലും വെക്കാത്തവരുണ്ടോ? ഇല്ല, ആരുമില്ല. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഇതിൽ തെർമോഡൈനാമിക്സ് ആണ് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ തെർമോഡൈനാമിക്സിന്റെ സിലബസ് ഇങ്ങനെയാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം, പിന്നെ ഇൻട്രിൻസിക് എനർജി, എൻതാൽപ്പി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു തെർമോഡൈനാമിക്സിന്റെ ഇനീഷ്യൽ ടേംസും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് നോക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവരും നോക്കിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് ലോയിലേക്ക് പോകാൻ പറ്റില്ല. ഫസ്റ്റ് ലോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ടേംസ് അറിയണം. അതിൽ ആദ്യത്തെ ടേം ആണ് ഇന്റേണൽ എനർജി. ഓക്കെ, സോ വാട്ട് ഈസ് ഇന്റേണൽ എനർജി? ഇന്റേണൽ എനർജിക്ക് തന്നെയാണ് വേറൊരു പേരാണ് ഇൻട്രിൻസിക് എനർജി. ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ഇൻട്രിൻസിക് എനർജി. ഇറ്റ് ഈസ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് എ സിസ്റ്റം by virtue of its molecular constitution and motion of molecules. അപ്പൊ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസിനെല്ലാം അതിൻ്റെതായ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും സമ്മിനെയാണ് നമ്മൾ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഓരോ മോളിക്യൂളിനും അതിൻ്റെതായ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഉണ്ട്. എല്ലാ മോളിക്യൂൾസിന്റെയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ എനർജിയാണ് നമ്മൾ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ദ എനർജി അസോസിയേറ്റഡ് വിത്ത് എ സിസ്റ്റം ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോളിക്കുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മോഷൻ ഓഫ് മോളിക്യൂൾസ്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഇ ഓർ യു. 2 സിമ്പിൾസും കാണാറുണ്ട്, ഇ അല്ലെങ്കിൽ യു എന്നാണ്. ഞാൻ യു എന്ന സിമ്പിളാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം കെമിസ്ട്രിയിൽ
എല്ലാ സ്ഥലത്തും കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്സിലെല്ലാം തന്നെ ഇന്റേണൽ എനർജിക്ക് യു എന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ യു എന്നാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇ എന്നാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഏത് സിസ്റ്റം വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഇനി ഈ ഇന്റേണൽ എനർജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് ആബ്സല്യൂട്ട് വാല്യൂ കനോട്ട് ബി ഡിറ്റർമിൻഡ്. അതിന്റെ കറക്റ്റ് വാല്യൂ ഒരു സിസ്റ്റത്തിന് ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ആബ്സല്യൂട്ട് വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി മാത്രമാണ്. ഒരു സിസ്റ്റം എന്തെങ്കിലും ഒരു പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കറക്റ്റായിട്ട് അതിന്റെ ഇന്റേണൽ എനർജി ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിന്റെ ഇന്റേണൽ എനർജി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. Therefore, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു യു ഫൈനൽ മൈനസ് യു ഇനീഷ്യൽ. നമ്മൾ മെഷർ ചെയ്യുന്നത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ് ഡെൽറ്റ യു എന്ന് പറയുന്നത് യു ഫൈനൽ മൈനസ് യു ഇനീഷ്യൽ ആണ്. ഇനി ഈ ഇന്റേണൽ എനർജിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ? വാട്ട് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ? ആര് പറയും? ബബിത പറയൂ. വാട്ട് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ? സ്റ്റേറ്റ് ഫംഗ്ഷൻ സ്റ്റേറ്റ് വേരിയബിൾസ്. അതെ, സ്റ്റേറ്റ് വേരിയബിൾസ്. എന്താണ് സ്റ്റേറ്റ് വേരിയബിൾ? ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. അതെന്താണ്? ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? അറിയത്തില്ലേ? ഓക്കെ. സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, രണ്ടു തരം ഫംഗ്ഷൻസ് ഉണ്ട്, സ്റ്റേറ്റ് ഫംഗ്ഷൻസും പാത്ത് ഫംഗ്ഷൻസും. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ഉണ്ടാവുമ്പോൾ the change in state function can be represented as function initial minus function final. എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് നടക്കുകയാണ് in which a system goes from state 1 to 2. സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലേക്ക് ഒരു സിസ്റ്റം ഒരു പ്രോസസ്സ് അണ്ടർഗോ ചെയ്യാണെന്ന് വിചാരിക്കുക. ആ പ്രോസസ്സിൽ ഏതൊക്കെ ഫംഗ്ഷൻസിനെയാണോ F2 മൈനസ് F1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ എഫ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് അതിനെയെല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയും. ഇനീഷ്യലും ഫൈനലും സ്റ്റേറ്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന എല്ലാ ഫംഗ്ഷൻസും ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇന്റേണൽ എനർജി, ഇതെല്ലാം തന്നെ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ്. ഇനി ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്, പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിന്റെ ഇനീഷ്യലിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും അല്ല ആ പ്രോസസ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഏത് പാത്തിൽ കൂടെയാണ് ആ പ്രോസസ്സ് പോകുന്നതെന്നാണ്. അങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് പാത്ത് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ലിറ്റർ വെള്ളം ബോയിൽ ചെയ്യാണ്. 1 ലിറ്റർ വാട്ടർ ഈസ് ബോയിൽഡ്. ഓക്കെ, എങ്ങനെയൊക്കെ ബോയിൽ ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഗ്യാസിൽ വെച്ച് ബോയിൽ ചെയ്യാം, വേണമെങ്കിൽ വിറക് കത്തിച്ച് ബോയിൽ ചെയ്യാം, അതും അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് ബോയിൽ ചെയ്യാം, അല്ലെ? പല രീതിയിൽ അതിനെ ബോയിൽ ചെയ്യാം. എന്താണ് ഇനീഷ്യൽ സ്റ്റേറ്റ്? ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ, അതായത് 32 ഡിഗ്രീസിലുള്ള വാട്ടർ. വാട്ട് ഇസ് ദ ഫൈനൽ സ്റ്റേറ്റ്? 100 ഡിഗ്രീസിലുള്ള വാട്ടർ. പക്ഷെ 3 രീതിയിലും 32 ഡിഗ്രീസിൽ നിന്ന് 100 ഡിഗ്രീസിലേക്കാണ് വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. പ്രോസസ് അതാണ്. പക്ഷെ 3 രീതിയും ഡിഫറെന്റ് ആണ്, അല്ലെ? 3 രീതിയിലും ഒരേ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ആണോ വേണ്ടത്? അല്ല. ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഫ്യൂവൽ അല്ല നമ്മൾ വിറക് ഉപയോഗിക്കുമ്പോൾ വേണ്ടത്, വിറകും ഉപയോഗിക്കുമ്പോൾ ഉള്ളതല്ല കറണ്ട് ഉപയോഗിക്കുമ്പോൾ വേണ്ടത്. 3 ഡിഫറെന്റ് ഫ്യൂവൽസ് ആണ്. ആൻഡ് ദ എമൗണ്ട് ഓഫ് ഫ്യൂവൽ റിക്വയർഡ് ഈസ് ഓൾസോ ഡിഫറെന്റ്. അപ്പൊ സച്ച് ഫങ്ഷൻസ്, അതായത് ഹീറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ മാനർ ഇൻ വിച്ച് ഹീറ്റ് ഈസ് ഗിവൺ, അല്ലെ? എങ്ങനെയാണ് ഹീറ്റ് കൊടുത്തത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ അല്ല ഞാൻ പറയുന്നത്, ചൂട്. ഹീറ്റ് ആണ്. ഹീറ്റ് ഒരു ഫോം ഓഫ് എനർജിയാണ്. ഏത് മാർഗത്തിൽ കൂടിയാണ് ആ എനർജി ഈ വെള്ളത്തിലോട്ട് കൊടുത്തത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഹീറ്റ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ പാത്ത് ഫംഗ്ഷൻ. അതേപോലെ വർക്കും ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. ഹീറ്റും വർക്കും ആണ് തെർമോഡൈനാമിക്സിൽ 2
path functions which depend on the manner in which it is transferred. പക്ഷേ ഈ സ്റ്റേറ്റ് ഫങ്ഷൻസ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് ഇന്റേണൽ എനർജി. ആൻഡ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എന്താണ് ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? ആര് പറയും? Who can say what is an extensive property? What is an extensive property? ആരും നോക്കി വന്നിട്ടില്ല. തെർമോഡൈനാമിക്സ് പഠിച്ചുകൊണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ പ്രോപ്പർട്ടി വിച്ച് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ്. അതിനെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഒരു സിസ്റ്റത്തിന് രണ്ട് തരം പ്രോപ്പർട്ടീസ് ആണുള്ളത്, ഇന്റൻസീവ് പ്രോപ്പർട്ടീസും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എ പ്രോപ്പർട്ടി വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ്. ഫോർ എക്സാമ്പിൾ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ്. നിങ്ങൾ വുഡ് എടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താണ് തെങ്ങിന്റെ വുഡ് എടുക്കുക, വിറക്. തെങ്ങിന്റെ വിറക് പിന്നെ ആ ഡയറക്റ്റ് ആയിട്ട് തെങ്ങിൽ നിൽക്കുമ്പോഴും അതിനെ നമ്മൾ എന്തെങ്കിലും ഒരു ഫർണിച്ചറാക്കി മാറ്റുമ്പോഴും അതല്ലെങ്കിൽ അതിൽ നിന്നൊരു പീസ് വെട്ടിയെടുക്കുമ്പോഴും മൂന്ന് കേസിലും അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അല്ലേ? ആണോ? ആയിരിക്കോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. സെയിം ആയിരിക്കോ? ആരെങ്കിലും എന്തെങ്കിലും പറയോ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? സെയിം ആയിരിക്കും എന്ന് തോന്നുന്നു മിസ്. സെയിം ആയിരിക്കുന്നു തോന്നുന്നു. ഓക്കെ, നിങ്ങള് ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ബെഞ്ചും ഡെസ്കും ഉണ്ട് അല്ലേ? ആ ബെഞ്ചും ഡെസ്കും ഒരു ഡെസ്ക്, ആ ഡെസ്കിൽ നിന്ന് ഒരു പീസ് നിങ്ങൾ ചുരണ്ടി എടുത്തിട്ട് കൊണ്ടുപോയി ഡെൻസിറ്റി നോക്കുന്നു. ഇനി ഈ ബെഞ്ചിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും? അപ്പൊ ആ ചുരണ്ടി എടുത്തോണ്ട് പോയതിന്റെ ഡെൻസിറ്റി 10 ആണെന്ന് വിചാരിക്കുക. ആ ബെഞ്ചിന്റെ ഡെൻസിറ്റി എത്ര ആയിരിക്കും? ജിയോളജിക്കാർ ഇത് പറയണം. 10 തന്നെ ആയിരിക്കും. 10 തന്നെ ആയിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന് ഈസ് എ കോൺസ്റ്റന്റ്. അത് എത്ര വലിയ വോളിയം ആണെങ്കിലും എത്ര വലിയ മാസ് ആണെങ്കിലും ഡെൻസിറ്റി ഈസ് ദ സെയിം. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ 1 ലിറ്റർ വെള്ളം ബോയിൽ ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം പുറത്തെടുത്തു എന്ന് വെച്ചാൽ എത്ര ഉണ്ടാവും? ഒരു 10 ml ഉണ്ടാവും. ബോയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ എത്ര? വെള്ളം ബോയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ എത്രയാ? 100 degree Celsius. 100 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, അതിന്റെ ടെമ്പറേച്ചർ എത്ര ആയിരിക്കും? ഒരു ഗ്ലാസ്സിൽ അതിൽ നിന്ന് കുറച്ച് വെള്ളം കോരിയെടുത്തു, എത്രയായിരിക്കും ആ ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ? 100 degree. അതും 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും അല്ലേ? 1 ലിറ്റർ എടുത്താലും 10 ml എടുത്താലും ഒരേപോലെ ഒരേ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന വെള്ളത്തിന് സെയിം ടെമ്പറേച്ചർ തന്നെ കിട്ടും അല്ലേ? അപ്പൊ ടെമ്പറേച്ചർ ഈസ് ഓൾസോ ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. അതേപോലെ പ്രഷർ, ഡെൻസിറ്റി, ടെമ്പറേച്ചർ ഇതെല്ലാം ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. വോളിയം, നിങ്ങൾ 5 ml വാട്ടർ 100 ml ബീക്കറിൽ എടുക്കുന്നു, 5 ml വാട്ടർ 10 ml ബീക്കറിൽ എടുക്കുന്നു. വാട്ട് ഈസ് ദ വോളിയം?
What is the volume? What is the volume? എന്തെങ്കിലും ഒന്ന് പറ. 5 ml. 100 ml ഫ്ലാസ്കിൽ എടുത്താലും 10 ml ഫ്ലാസ്കിൽ എടുത്താലും 5 ml വാട്ടർ വിൽ ഓക്യുപ്പൈ ഓൺലി 5 ml വോളിയം അല്ലേ? അപ്പൊ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ 5 ml വോളിയം. അങ്ങനത്തെ പ്രോപ്പർട്ടീസിനെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ്. മാസ് ഈസ് an extensive property. അതേപോലെ internal energy is also an extensive property. It depends on the mass of the substance. അതല്ലെങ്കിൽ it depends on the quantity of matter present. ഇനി when a system gives off energy, നമ്മൾ what is internal energy? The total energy associated with the system. അതിനെയാണ് internal energy എന്ന് പറയുന്നത്. When that system gives off energy, what happens to delta U? U final minus U initial എന്ന് പറയുന്നത് എന്തായിരിക്കും? Gives off energy. എനർജി പുറത്തേക്ക് വിടുകയാണ്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ എനർജി കുറവായിരിക്കും ഫൈനൽ. ഇനീഷ്യൽ ഉണ്ടായിരുന്ന എനർജിയേക്കാൾ കുറവായിരിക്കും ഫൈനൽ. അപ്പൊ what happens to delta U? What happens to delta U? Delta U കുറയും എന്ന് വെച്ചാൽ delta U is negative. അപ്പൊ when a system gives off energy, അതിനെ എന്ത് പേരാ പറയാ? എക്സോതെർമിക് സിസ്റ്റം അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. when there is an exothermic reaction, delta U is negative. അപ്പൊ അതേപോലെ what happens during endothermic reaction? Endothermic എന്ന് പറഞ്ഞാൽ സിസ്റ്റം അബ്സോർബ്സ് എനർജി. ഇപ്പൊ സിസ്റ്റം എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ഡെൽറ്റ യു പോസിറ്റീവ് ആയിരിക്കും. സിസ്റ്റം എനർജി ലിബറേറ്റ് ചെയ്യുമ്പം ഡെൽറ്റ യു നെഗറ്റീവും ആയിരിക്കും. അപ്പൊ ഇതാണ് ഇന്റേണൽ എനർജിയും അതിന്റെ പ്രോപ്പർട്ടീസ്. ഇന്റേണൽ എനർജി എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് എ സിസ്റ്റം ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോളിക്കുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മോഷൻ ഓഫ് മോളിക്യൂൾസ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് യു അല്ലെങ്കിൽ ഇ എന്നാണ്. അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. വി കൻ ഓൺലി മെഷർ ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. എന്ന് വെച്ചാൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു യു ഫൈനൽ മൈനസ് യു ഇനീഷ്യൽ. യു ഫൈനലോ യു ഇനീഷ്യലോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഡെൽറ്റ യു മാത്രമാണ്. ഓക്കെ, അപ്പൊ യു ഫൈനലും യു ഇനീഷ്യലും ഒക്കെ എങ്ങനെ കാണും? അത് നമുക്ക് വഴിയെ കാണാം. പിന്നെ ഇന്റേണൽ എനർജിയുടെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. പിന്നെ ഫോർ എൻ exothermic reaction, delta U is negative, and for an endothermic reaction, delta U is positive. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ടേമും കൂടെ പറഞ്ഞു, ഹീറ്റ്. വാട്ട് ഈസ് ഹീറ്റ്? What is heat? Heat is a form of energy. Heat എന്ന് പറഞ്ഞാൽ is a form of energy and it is represented by the symbol Q. എന്താണ്? Q. Q എന്ന് പറഞ്ഞാൽ heat. Okay. വേറൊരു ടേം ഞാൻ പറഞ്ഞു, work. What is work? What is work? What is work? Work is force into displacement. Force into displacement നെയാണ് work എന്ന് പറയുന്നത് and it is represented by the symbol W. അപ്പോൾ ഹീറ്റും വർക്കും are other two variables. Internal energy പോലെയുള്ള ഒരു വേരിയബിൾ ആണ് ഹീറ്റ്. അതേപോലെ തന്നെ ഒരു വേരിയബിൾ ആണ് വർക്ക്. ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത they are path functions and not state functions. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? യു, ക്യു, ഡബ്ല്യു ഇത് മൂന്നിനെയും നമ്മൾ ഫെമിലിയർ ആണെങ്കിൽ we can go to first law of thermodynamics, which is also known as law of
കൺസർവേഷൻ ഓഫ് എനർജി. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ നമ്മൾ വേറൊരു പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് വാട്ട് ഈസ് ഫസ്റ്റ് ലോ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? ആര് പറയും? Energy can neither be created nor be destroyed, and it can only be converted from one form to another. വെരി ഗുഡ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പ്രീ ഡിഗ്രി പ്ലസ് ടു അല്ല, അതിന് മുന്നേ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. എനർജി ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ നമുക്ക് പറ്റില്ല, അതിനെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാനേ പറ്റുള്ളൂ. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇത് നിങ്ങൾ പണ്ടേ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നമ്മൾ എന്തായാലും ഡിഗ്രി ആയില്ലേ, ഡിഗ്രി ആയ സ്ഥിതിക്ക് നമുക്ക് ഇതിനെ ഒന്ന് ഇച്ചിരി ട്വിസ്റ്റ് ചെയ്ത് പറയണമല്ലോ. എല്ലാത്തിനെയും കോംപ്ലിക്കേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റ് ചെയ്ത് പറയാം. ആദ്യത്തേതാണ് ഫസ്റ്റ് ലോ ഇൻ ടേംസ് ഓഫ് പെർപെച്വൽ മോഷൻ മെഷീൻ. ഓക്കെ, കോംപ്ലിക്കേറ്റ് ചെയ്ത് പറയാണ് ഇൻ ടേംസ് ഓഫ് പെർപെച്വൽ മോഷൻ മെഷീൻ. അപ്പൊ ആദ്യം എന്താണ് ഈ പെർപെച്വൽ മോഷൻ മെഷീൻ എന്ന് നോക്കാം. എ തെർമൽ മെഷീൻ വിച്ച് മേ ഓപ്പറേറ്റ് വിത്തൗട്ട് എനി എക്സ്പെൻഡിച്ചർ ഓഫ് ഫ്യൂവൽ and thus create energy out of nowhere is called a perpetual motion machine of the first kind. എന്താണ് ഈ പെർപെച്വൽ മോഷൻ മെഷീൻ? ഒരു മെഷീനാണ്, തെർമൽ മെഷീനാണ്, എന്ന് വെച്ചാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനാണ് ഈ പെർപെച്വൽ മോഷൻ മെഷീൻ. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അതുകൊണ്ട് വർക്ക് ചെയ്യുന്ന മെഷീനാണ് പെർപെച്വൽ മോഷൻ മെഷീൻ. ആൻഡ് ഇറ്റ് മേ ഓപ്പറേറ്റ് വിത്തൗട്ട് എനി എക്സ്പെൻഡിച്ചർ ഓഫ് ഫ്യൂവൽ. ഒരു ഫ്യൂവലും ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഈ പെർപെച്വൽ മോഷൻ മെഷീൻ. ഫ്യൂവൽ ഇല്ലെങ്കിൽ എനർജി എവിടുന്ന് വരും? ആ വാക്കത്തിൽ നിന്നാണ് ഈ എനർജി വരുന്നത്. അതാണ് പറഞ്ഞത്. ആൻഡ് ദസ് ക്രിയേറ്റ് എനർജി ഔട്ട് ഓഫ് നോവെയർ. എ തെർമൽ മെഷീൻ which may operate without any expenditure of fuel and thus create energy out of nowhere is generally called a perpetual motion machine of the first kind. അപ്പോൾ അങ്ങനെയുള്ളൊരു മെഷീന്റെ പേരാണ് പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ്. ഓക്കെ, ഫസ്റ്റ് ലോ എന്താ പറഞ്ഞേ? എനർജി ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഇൻ ടേംസ് ഓഫ് പെർപെച്വൽ മോഷൻ മെഷീൻ? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് നെവർ പോസിബിൾ ടു കൺസ്ട്രക്ട് എ പെർപെച്വൽ മോഷൻ മെഷീൻ ദാറ്റ് കുഡ് പ്രൊഡ്യൂസ് വർക്ക് വിത്തൗട്ട് കൺസംഷൻ ഓഫ് എനർജി. It is never possible to construct a perpetual motion machine that could produce work without consumption of energy. എനർജി ഉപയോഗിക്കാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഫസ്റ്റ് ലോ ഇൻ ടേംസ് ഓഫ് പെർപെച്വൽ മോഷൻ മെഷീൻ. മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. എന്താണ് ഈ പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് എന്ന് ടീച്ചർ പറഞ്ഞിട്ട് പിന്നീട് ആ ഫസ്റ്റ് കൈൻഡ് കളഞ്ഞേ? സെക്കൻഡ് ലോ വരുമ്പം there is perpetual motion machine of the second kind. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറഞ്ഞത് പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് എന്ന് എടുത്ത് പറഞ്ഞത്. അതിന്റെ പ്രത്യേകത, ആ മെഷീന്റെ ഫസ്റ്റ് കൈൻഡ് മെഷീന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഓപ്പറേറ്റ്സ് വിത്തൗട്ട് എക്സ്പെൻഡിച്ചർ ഓഫ് ഫ്യൂവൽ. ഫ്യൂവൽ ഉപയോഗിക്കാതെ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനെയാണ് പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഞാൻ പറയുന്ന കേൾക്കുന്നുമില്ല, മിണ്ടുന്നുമില്ല. ഓക്കെ, ഞാൻ ക്ലാസ് എടുത്തു പോകാം, എന്നിട്ട് ക്ലാസ്സിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തോളാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ഇതെല്ലാം മനസ്സിലായോ എന്ന് പറഞ്ഞാൽ മതി. ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് കോംപ്ലിക്കേഷൻ കഴിഞ്ഞു, ഇനി സെക്കൻഡ് കോംപ്ലിക്കേഷനിലേക്ക് പോവാണ്. ഇനി മാത്തമാറ്റിക്കലി എങ്ങനെയാണ് ഫസ്റ്റ് ലോ പറയുന്നതെന്ന് നോക്കാം.
When a system absorbs a quantity of heat Q and changes state from A to B, the heat is used for two purposes. ഇതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. When a system absorbs a quantity of heat Q, ഒരു സിസ്റ്റം Q ഹീറ്റ് അബ്സോർബ് ചെയ്യാണ്. എന്നിട്ട് ഇറ്റ് ഈസ് ഗോയിങ് ഫ്രം സ്റ്റേറ്റ് എ ടു സ്റ്റേറ്റ് ബി. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഹീറ്റ് ഈസ് യൂസ് ഫോർ ടു പർപ്പസ്. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്തു. അപ്പൊ ആ ചേഞ്ച് സ്റ്റേറ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നടക്കുന്നു. ടു ഇൻക്രീസ് ഇറ്റ്സ് ഇന്റേണൽ എനർജി. ഫസ്റ്റ് വൺ ഈസ് ടു ഇൻക്രീസ് ഇറ്റ്സ് ഇന്റേണൽ എനർജി വിച്ച് ഇസ് ഗിവൺ ബൈ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു യു ബി മൈനസ് യു എ. Delta U is equal to UB minus UA. That is to increase its internal energy, and two, to do some external work by the system on the surroundings. അപ്പൊ സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യുകയും ബാക്കിയുള്ള എനർജി എക്സ്റ്റേണൽ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുകയും ചെയ്യും എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് Q, heat is absorbed, is used for two purposes: to change the internal energy delta U and to do external work minus W. Sorry, delta U minus W. To do external work. When work is done by the system, it is negative. അതുകൊണ്ടാണ് delta U minus W എന്ന് എഴുതിയത്. Okay. When a system absorbs a quantity of heat Q, it is used to increase the internal energy, അതാണ് del plus delta U, and to do external work, അതാണ് minus W. And this is the mathematical formulation of എന്ത് പറ്റി? മിസ് NSSന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, കേറിക്കോട്ടെ? എത്ര മണിക്കാ? 1 മണിക്ക്. ഓക്കെ, ശരി. എത്ര പേര് പോകുന്നുണ്ട്? എല്ലാരും പോകുന്നുണ്ടോ? എല്ലാരും ഇല്ല, നിധിയുണ്ട്, പിന്നെ ഓക്കെ. അപ്പൊ NSSന് പോകുന്നവര് ലീവ് ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ ദിസ് ഇസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇൻ മാത്തമാറ്റിക്കൽ ഫോം. അപ്പൊ ആദ്യം നമ്മൾ സിമ്പിൾ ഫോം കണ്ടു. രണ്ടാമത്തെ ഫോം പെർപ്പച്വൽ മോഷൻ മെഷീന്റെ ടേംസിൽ കണ്ടു. മൂന്നാമത്തത് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ. ഇനിയുണ്ട് ഒരെണ്ണം കൂടെ. സോറി, ഇവിടെ വേർ Q is the heat absorbed, delta U is the increase in internal energy, minus W is the work done by the system. ഇനി അടുത്ത ഫോമാണ് ഡിഫറൻഷ്യൽ ഫോം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലോ മാത്തമാറ്റിക്കലി എഴുതിയത് Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു. ഇനി ഇത് ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതുവാണെങ്കിൽ ഫോർ ആൻ ഇൻഫൈനൈറ്റസിമൽ പ്രോസസ്, ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതുന്നത് നമ്മൾ വളരെ ചെറിയ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഇൻഫൈനൈറ്റസിമൽ പ്രോസസ് എന്ന് പറയുന്നത്. വളരെ ചെറിയ ചേഞ്ച് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഡോ Q is equal to du minus dou w. ഓക്കെ, എന്താ ഇത്? ഇതില് യു മാത്രം ഡി യു എഴുതി, ബാക്കി രണ്ടെണ്ണത്തിന് നേരെ ഡോ എന്ന് എഴുതി. എന്താ അതിന്റെ കാര്യം? അതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് ക്യൂയും ഡബ്ല്യുവും എന്ത് തരം ഫങ്ഷൻസ് ആണ്? പാത്ത് ഫങ്ഷൻസ് ആണ്. പാത്ത് ഫങ്ഷൻസിനെ നമുക്ക് എക്സാക്ട് ഡിഫറൻഷ്യൽ പോസിബിൾ അല്ല, പാർഷ്യൽ ഡിഫറൻഷ്യലേ പോസിബിൾ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഡോ ക്യൂ എന്ന് എഴുതുന്നത്. യു എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, അതിന് എക്സാക്ട് ഡിഫറൻഷ്യൽ പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഫോർ ആൻ ഇൻഫൈനൈറ്റസിമൽ പ്രോസസ് ഡോ ക്യൂ ഇസ് ഈക്വൽ ടു ഡി യു മൈനസ് ഡോ ഡബ്ല്യു. ആൻഡ് ദിസ് ഇസ് ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ നമ്മൾ പെർപ്പച്വൽ മോഷൻ മെഷീൻ കണ്ടു, മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ കണ്ടു, പിന്നെ ഡിഫറൻഷ്യൽ ഫോമും കണ്ടു. ഓക്കെ, ഇപ്പൊ 3 ഫോമും പ്ലസ് സിമ്പിൾ ഫോമും കണ്ടു. ഇനി ഒരു ഫോമും കൂടെ ഉണ്ട്, ദ ഫസ്റ്റ് ലോ ഇൻ ജനറലി പറയുവാണെങ്കിൽ ദ ടോട്ടൽ മാസ് ആൻഡ് എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് എ കോൺസ്റ്റന്റ്. ദ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ദാറ്റ് ദ ടോട്ടൽ മാസ് ആൻഡ് എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് എ കോൺസ്റ്റന്റ്. വാട്ട് ഈസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം?
ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം which does not exchange mass or energy with the surroundings. അതിനെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. The total mass and energy of an isolated system is a constant. This is the general statement of first law of thermodynamics. അപ്പോൾ ജനറൽ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ടും എഴുതാം. ആദ്യം പറഞ്ഞില്ലേ, എനർജി can be neither created nor be destroyed but can be converted from one form to another. അതും ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഉള്ള ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് the total mass and energy of an isolated system is a constant. അപ്പൊ ഇങ്ങനെ ഇപ്പൊ എത്ര ഫോംസ് നമ്മൾ കണ്ടു? 5 ഫോംസ് കണ്ടു. 2 ജനറൽ സ്റ്റേറ്റ്മെന്റ്സ്, ഒരു പെർപെച്വൽ മോഷൻ മെഷീന്റെ ടേമിൽ കണ്ടു, പിന്നെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ കണ്ടു, ഡിഫറൻഷ്യൽ ഫോം കണ്ടു. അപ്പൊ 5 രീതിയിൽ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയാം. ഏത് രീതി വേണമെങ്കിലും പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കാം. നിങ്ങൾ എല്ലാം തന്നെ പഠിച്ച് വെക്കാം. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ഫസ്റ്റ് ലോ ഓഫ് thermodynamics. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? വൈ ഈസ് ഫസ്റ്റ് ലോ ഇമ്പോർട്ടൻറ്റ്? ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക്. ഹീറ്റ് എനർജിയും വർക്കും തമ്മിലുള്ള റിലേഷൻ ഫസ്റ്റ് ലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ്, ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദാറ്റ് വർക്ക് കനോട്ട് അപ്പിയർ വിത്തൗട്ട് ഡിസപ്പിയറിംഗ് ഓഫ് ഹീറ്റ്. വർക്കില്ലാതെ ഹീറ്റ് നഷ്ടപ്പെടാതെ വർക്ക് അപ്പിയർ ചെയ്യാൻ പറ്റില്ല എന്നും ഫസ്റ്റ് ലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇത് രണ്ടുമാണ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് ഇത്ര വലിയ സംഭവമാണ്, ഇതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണോ? പറയേണ്ട കാര്യമാണ്. ഇപ്പോഴല്ല ഇത് മനസ്സിലാവുന്നത്. നമ്മൾ കുറച്ചും കൂടെ ഡെറിവേഷൻസിലേക്കും നമ്മൾ ഇതെല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിലോട്ടും അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് എസ്റ്റാബ്ലിഷ്മെന്റ്സ് വേണം. ഇങ്ങനത്തെ കുറെ എന്താ പറയുന്ന വസ്തുതകൾ ആദ്യം വേണം. അപ്പൊ അതുകൊണ്ട് ആ വസ്തുതകൾ പറയാൻ നമുക്ക് ഫസ്റ്റിലൂടെ ആവശ്യമുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലോ. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക്. It establishes that work cannot appear without disappearing of heat. Okay. This is all about first law of thermodynamics.